All that I need is this moment to send me away with a smile on my face. I try to leave, but I turn back. On my heart remains a trace. All that I seek is this moment. സമാധാനം പ്രത്യേകിച്ചും സ്വപ്നസ്നായ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ രോഗാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടികാരം കൊണ്ട് എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരോട് ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിക്കായി അവയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന സഖിയെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാനവസേമയെ മാതാവായി പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരനായിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലാഹമാരെ ഇവരെ സുസ്ഥിരവും സുരക്ഷിതരമായി കാത്തുകൊള്ളണമേ.
സമർപ്പിക്കാൻ കൈകൂപ്പി നിൽക്കൂ. കാണിക്കയായെന്നെ കൈക്കൊള്ളുമോ? ബലിവേദിയൊരുങ്ങുമീ സ്വർഗീയ നിമിഷം ബലിവസ്തുവായെന്നെ നൽകുന്നു നാഥ. കാഴ്ചയർപ്പിക്കാൻ കൈകൂപ്പി നിൽക്കൂ. കാണിക്കയായെന്നെ കൈക്കൊള്ളുമോ? ബലിവേദിയൊരുങ്ങുമീ സ്വർഗീയ നിമിഷം ബലിവസ്തുവായെന്നെ നൽകുന്നു നാഥ. ഈ ബലിയിൽ സംപ്രീതനാകൂ. എൻ കാഴ്ചകളൊക്കെയും സ്വീകരിക്കൂ. ഈ ബലിയിൽ സംപ്രീതനാകൂ. എൻ കാഴ്ചകളൊക്കെയും സ്വീകരിക്കൂ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ആയിരിക്കുക. ഉണ്ണീശോയുടെ മക്കള് 2 പേര് പരിശുദ്ധമ്മയുടെ ജപമാല മാസത്തിൽ ഒരു പുതിയ കുടുംബത്തിന് തിരിതെളിക്കുന്നു. സെൽഫിനെയും ഗ്ലോറിയെയും അൾത്താരയിൽ പ്രത്യേകമായിട്ട് നമുക്കിന്ന് സമർപ്പിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുക്കുടുംബം പോലെ ജീവിക്കാൻ ഈ മക്കൾക്ക് നീ കൃപ നൽകണമേ. ഇവരുടെ മാതാപിതാക്കളെ, കൂടപ്പിറപ്പുകളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഗ്ലോറിയുടെ അപ്പച്ചനെ ഓർക്കുന്നു. ഇന്നത്തെ എല്ലാ തിരുക്രമങ്ങളിലും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നമാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുവാൻ ഇവരെ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. എൻ്റെ പുത്രയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ നിഴലെല്ലാം ആഗ്രഹമാകുന്നു. അവളുടെ നീലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരെല്ലാ സമൃദ്ധരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളങ്ങി കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ പെൺകൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ.
കരുണയുണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുക്കുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയിൽ അരുൾ ചെയ്ത മിശിഹ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് മാർഗദീപമാകട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായ നീ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. ഇന്നിന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവീശ, പരിപാവനാം ബലവാനേ, പരിപാവനാം ആമത്യനേ, ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്നു സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായി പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനമേ വരമഴയായി പൊഴിയൂ. വചനമേ വിൻകൃപയായി ഒഴുകൂ. വചനമേ
വരമഴയായി പൊഴിയൂ വചനമേ വചനമേ വികൃപയായൊഴുകൂ ജീവനായി നിറയൂ ദീപമായി തെളിയൂ ജീവനായി നിറയൂ ദീപമായി തെളിയൂ സൗഖ്യദായക ശാന്തിനാഥ ധ്വനിയായണയൂ സൗഖ്യദായക ശാന്തിനാഥ ധ്വനിയായണയൂ വചനമേ വചനമേ വരമഴയായി പൊഴിയൂ വചനമേ വചനമേ നമുക്ക് ശ്രദ്ധാപൂർവ്വം തന്നെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വസിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 2 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷമുണ്ട് സെൽഫിനെയും ഗ്ലോറിയെയും ഈ അൾത്താരയ്ക്ക് മുൻപിൽ ഒരുമിച്ച് കാണുമ്പോൾ. പരിശുദ്ധ അമ്മയുടെ നമ്മുടെ ഈശോയുടെയും എല്ലാ അനുഗ്രഹവും ഈ മക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും 2 സൗഹൃദങ്ങളുടെ പേരുകളിലാണ് കൂടുതൽ ഓർക്കുക. സെൽഫിൻ്റെ പേര് പറയുമ്പോൾ സെൽഫിൻ, എബിൻ, അരുൺ, ആ 3 പേരും പെട്ടെന്ന് വരും. ഗ്ലോറിയനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആൻഡ്രിയ, ജിത്തീന, ഗ്ലോറിയ, ലിരിഡ. സെമിനാരിയിലെ റീജൻസി സമയത്തുള്ള പരിചയമാണ്. ഈ മകളെയും ഈ മകനെയും ഒത്തിരി അടുത്തറിയാവുന്നതുകൊണ്ട് അവർ 2 കുടുംബങ്ങൾ ചേരുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷം. ഭംഗിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും കാണാനായിട്ട്. ആരും മോശമൊന്നുമില്ലത്. ഷീലീച്ചൊക്കെ സൂപ്പറായിട്ടുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ എന്നോട് പറയും, ദേശനോ ജോമോനൊക്കെ ഇപ്പം റെഡിയാണ്. ഒരാളപ്പുറത്ത് വന്നിരുന്ന അവനും കാര്യങ്ങളൊക്കെ ആരോഗ്യം. എല്ലാവരും സൂപ്പറായിട്ടിരിക്കുന്നു. ചേച്ചി സന്തോഷമല്ലേ? ഗ്ലോറിയോടെ കാരീസം പഠിപ്പിച്ചിരുന്നു എന്ന് അച്ഛൻ സൂചിപ്പിച്ചു. ഈ കൊറോണ കാലത്ത് എന്താ ആശംസയെന്ന് പറയാമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു അച്ഛൻ പങ്കുവച്ച കാര്യം ഇങ്ങനെയാണ്: എന്താണോ സർക്കാർ നിങ്ങളോട് പറയുന്നത് അതിന് വിപരീതമായിട്ട് നിങ്ങൾ കുടുംബജീവിതത്തിൽ ചെയ്യാം. എന്താണോ സർക്കാർ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് അതിന് വിപരീതമായിട്ട് കുടുംബജീവിതത്തിൽ ചെയ്യാം. സർക്കാർ പറയും, വികാരിച്ചന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ്ക് വയ്ക്കും അല്ലേ? പറഞ്ഞില്ല വികാരിച്ചുകൊണ്ട് എല്ലാവരും വന്നിരിക്കുന്ന എല്ലാവരും മാസ്ക് വയ്ക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കുടുംബജീവിതത്തിൽ പറയാണ് മാസ്ക് വയ്ക്കരുത്. മാസ്ക് എന്ന് പറഞ്ഞൊരു മുഖംമൂടിയില്ലാതെ ജീവിക്കാൻ പറ്റും. ഞാനിങ്ങനെയാണ്, ഞാനിതാണ് എന്നൊരു തുറന്ന പുസ്തകം പോലെ സെൽഫിനും, ഞാനിതാണ് എന്നൊരു തുറന്ന പുസ്തകം പോലെ ഗ്ലോറിയയ്ക്കും പരസ്പരം തുറന്നു വയ്ക്കാൻ പറ്റുമ്പോൾ കുടുംബജീവിതം 1-ാമത്തെ ഘട്ടം ധന്യമാവും. തുറവി വളരെ പ്രധാനപ്പെട്ട കാര്യം.
ഇനി നിങ്ങളോട് രണ്ടുപേരോടും പുറത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം ഇതാണ്: രണ്ടുപേരും ഒരു ഇടവക്കാരുണ്ടോ? സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിച്ച അന്ന് മുതൽ ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങി. ധൈര്യമായിട്ട് പറഞ്ഞു. തോബിത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: തോബിത്തിൻ്റെയും സാറയുടെയും വിവാഹരാത്രിയിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. തോബിത്തിൻ്റെ പ്രാർത്ഥനയാണ്: പിതാവ്, ഞാനിവിടെ സ്വീകരിച്ചിരിക്കുന്നത് എൻ്റെ ചെടികമായ ആഗ്രഹത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് നീ കൃപ തരണമേ. എന്നിട്ടാണ് അവർ കിടക്കാൻ പോണത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവുള്ളൂ: നിഷ്കളങ്കമായ ഒരു സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. അങ്ങനെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ആ പുസ്തകം തുറക്കുമ്പോൾ സെൽഫിൻ്റെ ജീവിതത്തിലെ ഗുണങ്ങളും കാണും, കുറവുകളും കാണും. ഗ്ലോറിയയുടെ ജീവിതത്തിലെ ഗുണങ്ങളും കാണും, കുറവുകളും കാണും. അത് മനസ്സിലാക്കി ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ നല്ലൊരു കുടുംബജീവിതം പറ്റും. ഒന്നാമത്തെ കാര്യം മാസ്കിലാക്കിയിരിക്കുക. രണ്ടാമത്തെ കാര്യം പറയുന്നത് കൈ കഴുകുക എന്ന് പറയുന്നത്. സർക്കാർ പങ്ക് എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കുക, സോപ്പിട്ട് കൈ കഴുകുക. ഞാൻ പറയുന്നത് കൈ കഴുകരുത്. ഇനി ഒരുമിച്ചുള്ളൊരു ജീവിതത്തിൽ വീഴ്ചകളുണ്ടാകും. വീഴ്ചകളുണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം എന്താ പറയുക? അത് നിൻ്റെ തെറ്റുകൊണ്ടാണ്, നിൻ്റെ തെറ്റുകൊണ്ടാണ് അല്ല. ഇനി നന്മയുണ്ടായാലും തിന്മയുണ്ടായാലും അത് നമ്മുടെയാണ്. പരസ്പരം കൈ കഴുകി പഴിചാരരുത്, ചേർത്ത് പിടിക്കാനായിട്ട് പറ്റണം. ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അത് തിരുക്കുടുംബമായത് പഴിചാരാനായിട്ട് വിവാഹത്തിന് മുമ്പേ കാരണങ്ങളുണ്ട്. പക്ഷേ ആ കാരണങ്ങളൊന്നുമല്ല, അന്ന് മുതൽ അവർ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. ഔസപിതാവിനെ കുറിച്ച് പറയാം: അവൻ നീതിമാനാകുകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകുകയാലും അവൻ രഹസ്യമായിട്ടെങ്കിലും അവൻ്റെ പേരിൽ കുറ്റയിരുന്നോട്ടെ എന്ന് കരുതി സ്വയം ഏറ്റെടുത്ത് ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുമ്പോഴും കുറവുകളുണ്ടാകുമ്പോഴും ചേർത്ത് പിടിക്കുക, ഒരിക്കലും കൈ കഴുകരുത്. മൂന്നാമത് സർക്കാർ പറയുന്നത് എങ്ങനെയാണ്? സാമൂഹിക അകലപ്പാലനം. ഒരകലട്ടോ, ഞാൻ പറയുന്നത് അകലിടരുത്, പരമാവധി അടുത്തിരിക്കും. കല്യാണം ആലോചിച്ച സമയത്ത് അരുൺ പറഞ്ഞ അപ്പം അരുൺ എന്നെ വിളിച്ച് പറഞ്ഞു, സെൽഫിൻ്റെ കല്യാണമായി. ഞാൻ ഉറപ്പിച്ചടാ, ഇല്ല അവൻ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ കൂടുതൽ അടുത്തു. സന്തോഷം. ഇനി കൂടുതൽ സംസാരിക്കണത് ഈ കല്യാണത്തിന് മുമ്പ് കുറേ പറയാനുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പറയാൻ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്തായിരിക്കാനായിട്ട്. രണ്ടുപേരും ബാംഗ്ലൂരുണ്ട് നമ്മളെ, അപ്പോൾ കുഴപ്പമില്ല. അടുത്തായിരിക്കാനായിട്ട് പരമാവധി അടുത്തായിരിക്കാം. അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. അത് പറഞ്ഞിട്ട് വേണ്ട, ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ്റെ മുഖം കാണുമ്പോൾ, അവളുടെ മുഖം കാണുമ്പോൾ അത് കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് രണ്ടുപേർക്കും പറ്റിയാൽ അതാണ് അടുപ്പം എന്ന് പറയുന്നത്. ആ ഒരു അടുപ്പുണ്ടാവട്ടെ. അങ്ങനെ അടുപ്പത്തോടെ കൈ ചേർത്ത് പിടിച്ച് മുഖംമൂടികളില്ലാതെ നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ: ഈ ഇടവകയുടെ മക്കൾ ആ ഈ ഇടവകയുടെ ചൈതന്യത്തിലും വിശുദ്ധി എന്നും ജീവിക്കാനായിട്ട് പറ്റട്ടെ. ഒരുപാട് കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് തരട്ടെ. വിചാരിച്ച വലിയ ഓഫറൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, നാലാമത്തെ കുട്ടി. ഞാനിപ്പോൾ പറയുന്നതൊക്കെ 5 കുഞ്ഞുങ്ങളാവട്ടെ, സമൃദ്ധിയായിട്ടുണ്ടാവട്ടെ. അതാവശ്യമാണ് നമ്മുടെ കാലഘട്ടത്തിൽ. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ. കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് വിശുദ്ധരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ആവശ്യം. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാം. 2, വിശുദ്ധരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ. ലഭിച്ചിട്ടാലും ശീലിച്ചിരിക്കുന്ന സന്തോഷമായിരിക്കും. കാരണം 2 ആൺകുട്ടികളുടെ ഇടയിലേക്ക് ഇന്നൊരു മകളെ കിട്ടുകയാണ്. ഒരു മകളെ സ്വന്തം മകളായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ മേഴ്സിയേച്ചിക്ക് സന്തോഷം. മോൻ പുറത്താണ്, UK-ലാണ്. ഇനി എന്തെങ്കിലും മോനെ എന്ന് വിളിക്കാനായിട്ട് അടുത്ത് വന്ന് വിളിക്കാനും കാര്യങ്ങൾ ചെയ്യാൻ സെൽഫിനെ കിട്ടാൻ 2 കുടുംബങ്ങളും കൂടി ഒന്നാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനകളും മംഗളങ്ങളും സ്നേഹത്തോടെ നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മണവാട്ടിയായി സഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ
കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവജനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെ ക്ഷണിക്കുന്ന വിഷയായ നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുവരാകുവിൻ. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹത്തിന്റെ ആഭ്യന്തരത്തെ പറ്റി പഠിപ്പിച്ച വിഷയായ പരസ്പര വിശ്വാസത്തോടും ചാരിത്രത്തോടും കൂടി സന്തോഷപ്രദമായി ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്തിൽ വധുവരന്മാരെ അനുഗ്രഹിച്ച വിഷയായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചു ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുത്തൽ അവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. ആദിയിൽ പുരുഷന് ജീവിതം നൽകിയ സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഈ ദാസരെ അങ്ങ് ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഗ്ലോറിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കണമോ? ഗ്ലോറിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സെൽഫിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കണം. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. വധുവരന്മാർ നിങ്ങൾ രണ്ടുപേരും വലതുകരം ക്ഷണിക്കും. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശുമിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പരിപൂർണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയാൻ പോകുന്ന മോതിരങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പരിപൂർണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കുവാൻ ഇവരെ യോഗ്യരാക്കട്ടെ.
മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നമാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷിതമാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. നമ്മെ ജീവിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതത് സ്ഥലത്ത് നിന്നാൽ മതി. വിശുദ്ധ കുർബാനയുമായിട്ട് അച്ഛനങ്ങൾ വരും. പ്രാർത്ഥനയോടെ ആയിരിക്കുക. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർ ഇരുന്നുകൊണ്ട് ആത്മന അരൂപിയാൽ തമ്പുരാനെ ഹൃദയത്തിൽ സ്വീകരിക്കും. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ സ്നേഹം സാരമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ശങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. നാഥായിൻ സ്വപ്നത്തെ അത്താഴമേശയിൽ പ്രാണൻ പകർന്നു നീ കാത്തു.
വാവായിൻ്റെ ഈശോയെ, വാവായിൻ്റെ ഈശോയെ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. ദമ്പതിമാരെ സ്നേഹത്തിൽ ലഭിക്കണം. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും നാഥനായ മറിയൂസേഫിന്റെയും മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കുകയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹവും ഇവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കുകയും സകലത്തിന്റെയും നാഥായി നീക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ ഇവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കുദാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതിജനകവും സജീവമായ ബലിയായി അർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗഗണമായ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അർഹരാക്കട്ടെ. നവദമ്പതികളായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. അനുസരിച്ച് കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ല എന്നറിഞ്ഞുകൂടാ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand.
थोड़ी सी नींद आ जाओ ना तो सही ऐसी लगी ऐसा चीज मोहब्बत से तारों की करी हुई गलती सारी हमने गाया तुम कैसे किसकी मर्जी जश्नबाजी की शाम है, जश्नबाजी की शाम है, तिरकिट ताल पे ठुमके लगाए जालिमा। जान ले वहाँ तेरी अदा, जान ले वहाँ तेरी अदा, दिल वाले पिया का दिल चुराए जालिमा। तेरी शैतानियों से महफिल रंगीन हुई, तू दीवाना हुआ मैं भी शौकीन हुई। दुनिया जलती है तो जले, दुनिया जलती है तो जले, रात भर जालिमा के संग नचे जालिमा। यारा
to one and all. യൂട്യൂബ് ലൈവിൽ നമ്മുടെ കൂടെയുള്ളവർക്കും വാം വെൽക്കം. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ചേട്ടൻ്റെ അരിമണി കിട്ടിയത് സെലിബ്രേറ്റ് ചെയ്യാനാണ്. I am extremely happy to announce them for the first time as Mr. and Mrs. Selvan. I welcome this beautiful and brand new couple onto the stage. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. വല്ലതും പറയാനുണ്ട് നേരെ പറയണം. ഇതൊരു പ്രത്യേക സൂക്കേടാണ്. കല്യാണം വീടായിപ്പോയി അല്ലേ, ഞാൻ ചവിട്ടി ഇറക്കിയേ. ആ പാടത്ത് വെക്കാനുള്ള കോലം ശരിയാവണം. ഇനി വേണ്ട, ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്. എന്തോന്നാണോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടു പരിചയമുണ്ടല്ലോ. വേണ്ട, ഞാൻ പറയാം. എന്നാ ഒരു പരിഷ്കാരി ചെറിയ പുടി അല്ലവൻ, പഠിച്ച കള്ളനാണ്. സ്നേഹം കൊണ്ട് പറയാണ്, അയാളുടെ കൂടെ നടക്കണ്ട. അയാളുടെ തലക്കുണ്ട. ചിലപ്പോ നന്നായിട്ടുണ്ടെങ്കിൽ ഒരു കലത്തിന്റെ കൂടെ കുറവുണ്ടായിരുന്നു. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് പാടും നിർത്താമായിരുന്നു. ಸ್ವಲ್ಪ ಮೂಸಿಕ್ ಕೇಳ್ತಾ ഇത്രയും കഴിവുള്ള ഭാര്യയാണ് നമ്മുടെ ചേട്ടന് കിട്ടിയിരിക്കുന്നത്. 2 മണിക്കൂറോ വെള്ളത്തുണി എടുക്കുള്ളൂ എന്നെ മൂടാൻ. എന്റെ കുഞ്ഞാണല്ലേ ഇത്. കുഞ്ഞുനാളിലെ ഫോട്ടോ ആണ്, അത് വെച്ചാൽ കണക്കൂട്ടിയാൽ മതി. ഇപ്പൊ കണ്ടാ ഇങ്ങനെ ഇരിക്കുന്നു. അത് എന്താ വേറെ ലെവലായിട്ടാണ് ചുമ്മാ. Hope you guys liked our surprise. ചേട്ടൻ വിദേയത്തിൽ ദേവസി ആൻഡ് ഷീല ദമ്പതികളുടെ മൂത്ത മകനാണ്. ചേട്ടൻ ഒരു യങ്ങർ ബ്രദർ ഉണ്ട്. ഒരു ബ്രദറിനേക്കാൾ കൂടുതൽ അവൻ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്, ജോമോൻ. ചേച്ചി മിസ്റ്റർ ലെയ്ത്ത് തോമസിന്റെയും മേഴ്സിയുടെയും മകളാണ്. ഷീ ഹാസ് എ ബ്രദർ. അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാസ് എൻ ഫാമിലി കുഡന്റ് അറ്റൻഡ് ദ പ്രോഗ്രാം. ബട്ട് ഫിസിക്കലി ഇവിടെ ഇല്ലെങ്കിലും അവർ മെന്റലി നമ്മുടെ കൂടെ തന്നെയുണ്ട്. സോ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ചേട്ടനെയും ചേച്ചിയെയും ഒപ്പം 2 കുടുംബങ്ങളെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചടങ്ങുകൾ ആരംഭിക്കുന്നത് തിരി തെളിയിക്കുന്നതിലൂടെയാണ്. ആസ് യു ഓൾ നോ, ഒരു പ്രകാശത്തിന്റെ പാതയിലൂടെയുള്ള ജീവിതമായിരിക്കട്ടെ ഇവരുടെ മുൻപിലുള്ളതെന്ന് ആശംസിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്നതിനായി 2 കുടുംബങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.
custom, bride and groom feed each other symbolizes their commitment to take care of one another. So I request them to cut the cake together for the first time as husband and wife. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know. വൈൻ ടോസ്റ്റിംഗ് ആണ്, അത് ജസ്റ്റ് ഒരു സെലിബ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഫൺ ഗെയിം ആക്കാം. ചേട്ടൻ്റെ ബ്രദർ ആയിരിക്കും അവർക്ക് വൈൻ ടോസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ആരാണോ കുടിക്കുന്നത് അയാളായിരിക്കും ഫാമിലി ലീഡ് ചെയ്യാൻ പോകുന്നതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. 2 സിപ്സ് കൂടിയ ഡ്രസ്സൊക്കെയാണ് മേത്ത് കൊഴിക്കാണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അയ്യോ നീ കുടിച്ചോന്നൊക്കെ. സിപ്പെന്നാണ് ഞാൻ പറഞ്ഞത് ചേച്ചി. ഓക്കെ, അപ്പോ ഇനി റിസൾട്ട് ഒന്നും പറയണ്ടല്ലോ. ചേട്ടൻ സിപ്പെന്ന് ഉദ്ദേശിച്ച് ഒറ്റയടിക്കാൻ കുടിച്ചു. അപ്പൊ നമുക്ക് ചേട്ടന് വേണ്ടി 1-2 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം. അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചേട്ടനുള്ള ക്വസ്റ്റ്യൻ, ചേച്ചി പിണങ്ങുമ്പോൾ ഏത് പാട്ട് പാടിയാണ് അല്ലെങ്കിൽ ഏത് പാട്ട് പറഞ്ഞാണ് ചേട്ടൻ പിണക്കം മാറ്റാൻ പ്ലാൻ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവൾ പിണങ്ങിയിട്ടില്ല. കണ്ണ് പൊന്ന് അതിന്റെ ലിറിക്സ് അറിയില്ല, പറഞ്ഞല്ലോ. മുത്ത് പൊന്ന് ഇനി എൻ്റെ ഒരു മാസ്റ്റർ പീസ് പാട്ടുണ്ട്. മിന്നലഴകെ മിന്നുമഴകെ നിലാമഴയും നനയും അഴകെ മെല്ലെ മെല്ലെ നീ മെല്ലെ മെല്ലെ നീ മെല്ലെ മെല്ലെ നീ എന്നരികില നനയാമോ എന്നുയിരേ എന്നഴകേ. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാണ്? അതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്? ചാള വറുത്തത്. വെളിച്ചെണ്ണ പർവ്വതാണോ മതി. അതില് ചാള ചെറുതായിട്ട് വരഞ്ഞിട്ട് ഉപ്പും മുളകും തിരുമ്മി വെളിച്ചെണ്ണ വറുത്തു. അതൊക്കെ കോമൺ സെൻസ് ആണ്. അതൊക്കെ അല്ല കോമൺ സെൻസിന്റെ അല്ല. ക്വസ്റ്റ്യൻ ഭയങ്കര ക്ലിയർ ആണ്. എങ്ങനെ കുക്ക് ചെയ്യും? ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും മുളകും ചേർത്ത മീൻ വെളിച്ചെണ്ണ തിളച്ച വെളിച്ചെണ്ണ. കറക്റ്റ് അല്ലേ? കുഴപ്പമില്ലല്ലേ? അതെ, ഒരു സൈഡാ വേവുള്ളൂ. ഹാഫ് ഫ്രൈ ആണ് ഇഷ്ടം. ഇല്ല, ക്ലീനിങ് ഒന്നുമില്ല. ക്ലീൻ ചെയ്യാത്തതാണ് ചേച്ചിക്ക് ഇഷ്ടം. മറച്ചിടില്ല, കാരണം ഹാഫ് ഫ്രൈ ആണ് ചേച്ചിക്ക് ഇഷ്ടം. ഇനി എല്ലാ ഇഷ്ടങ്ങളും ചേച്ചി പഠിക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ചേച്ചിയുടെ ടേൺ ആണ്. ചേച്ചി ആ ഇമോജീസ് കാണിക്കണം, പിന്നെ ചേട്ടൻ കാണിക്കും. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും ആരാണ് ബെസ്റ്റ് ആക്ടർ ഓർ ബെസ്റ്റ് ആക്ട്രസ്. അപ്പോ ആദ്യം അല്ല, രണ്ടുപേരും മുന്നോട്ട് വന്നു. 1 by 1 ആയിട്ട് ഇവര് കാണിക്കണേ. ഫസ്റ്റ് ചേച്ചി സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓഡിയൻസിന് നോക്കി
മതി പോട്ടെ. അടുത്തത് നെക്സ്റ്റ്. എല്ലാ എക്സ്പ്രഷൻസും ക്യാപ്ചർ ചെയ്യണേ. അടുത്തത് നെക്സ്റ്റ്. ഇനിയല്ലേ ഇത് കരച്ചിലല്ലേ. ഒന്നുകൂടി കണ്ടില്ല, ശരിക്കും കണ്ടില്ല. അയ്യോ പാവം കണ്ണടയ്ക്കാൻ അറിയില്ലെന്നേ. നെക്സ്റ്റ്. അടുത്തത് മതി. അടുത്തത് നെക്സ്റ്റ്. കലിപ്പ് മോഡാണ്. ചിരി മോഡ് അറിയുള്ളൂ പാവം. നെക്സ്റ്റ്. ഓക്കെ നെക്സ്റ്റ്. കഴിഞ്ഞല്ലേ, ഇത്രേ ഉള്ളൂ. നന്നായി ചെയ്തല്ലേ ചേച്ചി, ഒരു കൈയടി. ഇനി ചേട്ടന്റെ ടേണാണ്. നമുക്ക് നോക്കാം how good he can do. സെയിം തന്നെയാണ്, അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങളിൽ ആരാണ് സ്വയം പൊങ്ങി? അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആരാണ് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അത്ര അണ്ടർസ്റ്റാൻഡിങ് വേണോ? അടുത്തത്, നിങ്ങളിൽ ആരാണ് ബ്ലഫ് മാസ്റ്റർ? വെടി കംപ്ലീറ്റ് ആയിട്ട് അടിച്ചോണ്ടിരിക്കും. അടുത്തത്, നിങ്ങളിൽ ആർക്കാണ് കല്യാണം കഴിക്കാൻ കൂടുതൽ പേടി ഉണ്ടായിരുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, who among you is going to rule the kitchen? അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആർക്കാണ് മേലഡൂർ ബാംഗ്ലൂരിനേക്കാൾ ഇഷ്ടം? റിയലി ചേച്ചി, സ്വന്തം നാടല്ല, ബാംഗ്ലൂരാ കൂടുതൽ ഇഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആരാണ് കൂടുതൽ ഇമോഷണൽ? അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആരാണ് കൂടുതൽ ഫണ്ണി? അതിന്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി, നിങ്ങളിൽ ആരാണ് കൂടുതൽ പൂർ ജോക്സ് അടിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആരാണ് 1 in a million? അടുത്ത ക്വസ്റ്റ്യൻ, who among you can die for doing something stupid? ഓക്കെ, അപ്പോ ആ ഫൺ ടാസ്ക് അവിടെ കഴിഞ്ഞു. ഇനി ഇവര് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു സാധനമുണ്ട്, അത് നമുക്ക് കാണണ്ടേ? ഞങ്ങൾ വളരെയധികം പ്ലാൻ ചെയ്തൊരു വെഡിങ് ആയിരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി മാരീഡ് ലൈഫ് സെൽഫിൻ ആൻഡ് ഗ്ലോറിയ. This was one of those weddings ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് സെൽഫിനെ മാക്സിമം മാറ്റിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എനിവേ, താങ്ക്സ് ടു കൊറോണ, but we'll make up for all of it once you're back in Bangalore. Wishing you both the best of everything. Happy married life and God bless. Happy marriage
Hello Gloria, hi Selfin, happy married life. വരാൻ പറ്റാത്തതിൽ റിയലി സോറി ബിക്കോസ് ഞാൻ നാട്ടിലുണ്ട് പക്ഷേ ക്വാറന്റൈനിലാണ്, അതുകൊണ്ട് എത്താൻ പറ്റില്ല. ലാസ്റ്റ് വീക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷേ പല റീസൺസും കൊണ്ടും മാറ്റി വയ്ക്കേണ്ടി വന്നു. അല്ലെങ്കിൽ എന്തായാലും മാരേജിന് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഞാനും എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങളുടെ കൂടി വരാമെന്നുള്ള പ്ലാനിലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റിയില്ല. സോ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു, ബൈ. സെൽഫിൻ ആൻഡ് ഗ്ലോറിയ ഇങ്ങനെ കല്യാണം കൂടാൻ പറ്റാത്തതിൽ നല്ല സങ്കടമുണ്ട്. ബട്ട് ഹോപ്പ്ഫുള്ളി ലെറ്റ്സ് ഹാവ് എ ബിഗ് പാർട്ടി ടു സെലിബ്രേറ്റ് ദിസ് ഒക്കേഷൻ. Wish you a very happy married life, Selfin and Gloria. Please come to Canada for your honeymoon. ശിഷ്യ ആശാനാണ്. കല്യാണം കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കുള്ള ബുദ്ധിമുട്ടുള്ള പോലെ എനിക്കും വരാൻ പറ്റില്ല. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ സമയത്തും വന്നിട്ടുണ്ട്, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പങ്കെടുക്കാൻ പറ്റാത്തതിൽ. പക്ഷേ ഇതെല്ലാം തീർന്ന് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടി കാണും. അപ്പോൾ സെൽഫിൻ ആൻഡ് ഗ്ലോറിയ രണ്ടുപേർക്കും എല്ലാ ആശംസകളും പുതിയൊരു ജീവിതത്തിലേക്ക് വേണം. എല്ലാവർക്കും നല്ല എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഓക്കെ. ഹായ് സെൽഫിൻ, ഹായ് ഗ്ലോറിയ. നിങ്ങൾ വളരെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാം. ആ മൊമെൻറ്റിൽ പാർട്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സെൽഫിനുമായിട്ട് 12 വർഷത്തോളം സൗഹൃദമാണ്, കാലത്തേക്കാൾ ഉപരിയായിട്ട് ആഴത്തിലുള്ള ഒരു സൗഹൃദം കൂടിയാണ്. പക്ഷെ പങ്കെടുക്കാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ബോത്ത് ഓഫ് യു. ഹലോ സെൽഫിൻ, ഓർമ്മയുണ്ടോ ഇപ്പം? അപ്പോൾ വിഷ് യു വെരി ഹാപ്പി മാരീഡ് ലൈഫ്. പുതിയ ജീവിതത്തിലേക്ക് എല്ലാ ആശംസകളും. ഹായ് പരമായി. സെൽഫിൻ അങ്കിൾ ഹാപ്പി മാരീഡ് ലൈഫ് happy married life. Okay? Okay? Hi Selfin and Gloria. Wish you a very happy married life. Hearty congratulations to both of you on this special day. കല്യാണം കൂടാൻ പറ്റാത്തതിൽ ഇച്ചിരി വിഷമമുണ്ട്, but it's okay. All our prayers are with you. Enjoy each and every moment of your life. Take care. Satan! Hi Selfin. Hi Gloria. Congratulations. Wish you a happy married life. All the best. All the best, Vera. All the best. Congrats Selfin. Congrats Gloria. ഞങ്ങൾക്ക് കല്യാണം കൂടെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. 12 വർഷമായി ഞങ്ങൾ സെൽഫിനെ സഹിക്കണം. ഇനിയിപ്പോൾ സഹിക്കാൻ ഒരാളും കൂടിയായി. So welcome to the group. സെൽഫിന് ഇവിടെ ഞങ്ങളുടെ ബാംഗ്ലൂർ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പർ ആണ്. സോ ഇവിടുന്ന് എല്ലാവരുടെയും വക ഓൾ ദി ബെസ്റ്റ്. And keep smiling like this always. So have fun, enjoy. Chata Chichi. Dancer കണ്ടോ? I'll dance. കണ്ടോ സ്കിൽസ് കണ്ടോ? ആ മുദ്രകളെ ശ്രദ്ധിക്കണേ, മുദ്രകള്. താങ്ക് യു. ആക്ച്വലി നമ്മളാണല്ലോ അവരോട് താങ്ക് യു പറയേണ്ടത്. താങ്ക് യു. ਮਾਹੀ ਮੈਨੂੰ ਛੱਡਿਓ ਨਾ
शर्ता भी रखदा नहीं क्या तेरे बाजो मेरा. Priya, I miss you guys so much and I'm wishing both of you have a successful and wonderful life ahead. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിന്റെ കല്യാണം ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി വി ഷുഡ് മീറ്റ്. പിന്നെന്താ, എല്ലാ കസിൻസും കൂടി അടിച്ച് പൊളിക്കാണ്. ഞാനിവിടെ എന്നതാണ് എനിക്കൊരു പാട്ടുണ്ട്, എന്ന് പിടിച്ചോ. നീയും ഞാനും ചേർന്നേ செல்லும் நேரமே നീലം കൂടെ വാനിൽ ഇല്ല എങ്കും വെള്ളை മേഘമേ പോക പോക ഏനോ നീളും ദൂരമേ மேகம் வந்து போகும் போக்கில் தூரல் கொஞ்சம் தூரமே அச்சம் ஆசை எல்லாமே தள்ளி போகட்டும் எந்த இன்பம் துன்பம் எல்லாமே உன்னை சேரட்டும். நான் பகலிரவு நீ கதிர் நிலவு என் வெயில் மழையில் உன் கூட அழகு. நான் பகலிரவு நீ கதிர் நிலவு என் வெயில் மழையில் உன் கூட அழகு. நீ வேண்டுமே எந்த நிலையிலும் எனக்கென நீ போதுமே. ஓலையில்லா உலகத்தில் இசையாகே நீ மாறி காற்றில் வீசினாய், காதல் பேசினாய். மொழியில்லா மௌனத்தில் விழியாலே வார்த்தை கோர்த்து கண்ணால் பேசினாய், கண்ணால் பேசினாய். 100 ஆண்டு உன்னோடு வாழ வேண்டும் மண்ணோடு பெண்ணுனை தேடும் இந்த வீடு. நான் பகலிரவு நீ கதிர் நிலவு என் வெயில் மழையில் உன் கூட அழகு. நீ வேண்டுமே எந்த நிலையிலும் எனக்கென நீ போதுமே. நீயும் நானும் சேர்ந்தே செல்லும் நேரமே நீலம் கூட வானில் இல்லை எங்கும் வெள்ளை மேகமே போக போக ஏனோ நீளும் தூரமே. மேகம் வந்து போகும் போக்கில் தூரல் கொஞ்சம் தூருமே அச்சம் ஆசை எல்லாமே தள்ளி போகட்டும் இந்த இன்பம் துன்பம் எல்லாமே உன்னை சேரட்டும். താങ്ക് യു സോ മച്ച് ചേച്ചി. ഈ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോ ഞങ്ങളെല്ലാവരും ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന കല്യാണമാണ് സെൽഫിൻ്റെ കല്യാണം. ഈ കോവിഡ് സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു. എങ്കിലും എൻ്റെയും കുടുംബത്തിൻ്റെയും പൂർണ്ണ സാന്നിധ്യം അവിടെയുണ്ട്. ഒരിക്കൽ കൂടി വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് ഫോർ സെൽഫിൻ ആൻഡ് Wish you a happy married life to Selfin Chatterton and your എല്ലാവർക്കും ഞങ്ങൾ ഒരു ഹായ്. ഞാൻ സ്റ്റീഫൻ. ഞാൻ സ്മിത. ഞാൻ സെൽഫിനും ഗ്ലോറിയയ്ക്കും ഞങ്ങളുടെ എല്ലാ വിവാഹം ആശംസിക്കുന്നു. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കേ ബൈ. I'm Matthew. Wish you both Selfin and Gloria a happy married life. Hi Selfin and Gloria, happy married life. സെൽഫിനെ വിഷ് യു എ അടിപൊളി മാരീഡ് ലൈഫ്. ഗ്ലോറിയ പൊക്കെ പറഞ്ഞ മാതിരി. ബൈ. Congratulations Selfin, wish you a happy married life. നല്ലത് ഡാൻസ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മെലനി, ലിറിഡ, പിന്നെ ആ കുട്ടി അല്ല അവരൊക്കെ ഇട്ട് പോകുന്നതിൻ്റെ ഒരു ഡാൻസ് കളിച്ചോളൂ ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ്.
മന്ദിച്ചേരും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ്. മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണ്. താരം വന്നിന്നെ കണ്ടാലമ്പം വില്ലും വച്ചേരെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം ചോരുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ല തക്കാറുണ്ട് കരനീളെ പന്തൽ കെട്ടിത്തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നേ ചില്ലം ചില്ലാല. കണ്ണിൻ ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ. ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ. പടിയൂരം വെള്ളിപ്പല്ല കെത്തി നിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിലേ ചിങ്കാരപ്പട്ടും ചിട്ടിച്ചേരിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ല. चले और रंग जमा दे हमके बने सभी मत वाले. मन कहे कि मैं ले आऊं चांद और तारे सारे. इन हाथों पर मैं चांद रखूं इस मांग में भर दूं तारे. हेलो हेलो तू फ्लोर पे जब है आई येलो येलो बड़ी सॉलिड मस्ती छाई. हेलो हेलो तू मच है घूमने लगाई. येलो येलो कंट्रोल करो मेरे भाई. दिल छन छन बोले हमने सारी चूड़ियां. रात बड़ी है मस्तानी तो दिल भर जानी कर ले गल्ला घूड़ियां. धड़के ये दिल छन छन बोले हमने सारी चूड़ियां. रात बड़ी है मस्तानी तो दिल भर जानी कर ले गल्ला घूड़ियां. मटक्का तेरा मुझे बड़ा तड़पावे. तू देख तो आज भी दिल पर कुड़िए तीर साइक चल जावे. कर दे बिन पिए शराबी चेहरा तेरा गुलाबी. कोई क्यों ना यमला बन जावे जो इतनी हो बेताबी. हेलो हेलो दिल दिल से कनेक्ट करना. येलो येलो ये बातें डायरेक्ट करना. ये दिल छन छन बोले हमने सारी चूड़ियां. रात बड़ी है मस्तानी तो दिल भर जानी कर
എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. വരാൻ പറ്റാത്തതിൽ ഒത്തിരി വിഷമമുണ്ട്, എങ്കിലും മനസ്സുകൊണ്ട് ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഹായ്. പിന്നെ ഒന്നുകൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ വിവാഹ മംഗളാശംസകൾ. ബൈ. I used to believe we were burning on the edge of something beautiful, something beautiful. Selling a dream, smoking mirrors keep us waiting on a miracle, on a miracle. Say go through the darkest of days, having to heartbreak away. Never let you go, never let me down. Oh, it's been a hell of a ride, driving the edge of a knife. Never let you go, never let me down. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't fall asleep at the wheel. We've got a million miles ahead of us, miles ahead of us. All that we need is a rude awakening to know we're good enough. Yeah, we're good enough. Say go through the darkest of days, having to heartbreak away. Never let you go, never let me down. Oh, it's been a hell of a ride, driving the edge of a knife. Never let you go, never let me down. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
കുടുംബപ്രതിഷ്ഠ ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസങ്ങൾക്ക് ഞങ്ങളിൽ ആരെങ്കിലും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ വിമല ഹൃദയം മാറിയോസേ പിതാവ് ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.